പോയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ആ വിഷയത്തിലും വാദപ്രതിവാദം ഞങ്ങൾ നടത്താം, ഞങ്ങൾ മാറിയിട്ട് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പര് പറഞ്ഞു പറ്റൂല. അങ്ങനെ കുറെ നേരം തർക്കിച്ചു, വേണ്ട, മുടക്കിപ്പോയി. മുടക്കാൻ വേണ്ടിയിട്ട് യോഗം കൂടിയതാണ്. അതിനുശേഷം അതേ ടീം തന്നെ ചക്കരപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെയും വിഷയം എഴുതി. ഞങ്ങളുടെ വിഷയം എന്താ? നേരത്തെ രണ്ടു കൂട്ടരും കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ച വിഷയം എന്താ? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ സഹായിക്കണേ, അവിടുത്തെ ഒരു ശൈഖ, ആ ശൈഖെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അവിടെയും വന്നു. ആ കൂട്ടത്തിൽ ജിന്നില്ല, ജിന്ന് വേണം. ഞങ്ങൾ പറഞ്ഞു രണ്ട് വാദപ്രതിവാദം ഞങ്ങൾ നടത്തിത്തരാം. ഒന്ന് ജിന്നുള്ള വാദപ്രതിവാദം, ഒന്ന് ജിന്നില്ലാത്ത വാദപ്രതിവാദം. രണ്ട് ഞങ്ങൾ നടത്തിത്തരാം എന്ന് പറഞ്ഞു. രണ്ട് ഞങ്ങൾ നടത്തിത്തരാന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോ ഇവര് ക്ലിപ്പിട. ആര്? നമ്മുടെ മടവൂരി സഹോദരങ്ങൾ ക്ലിപ്പിട്ടടക്കാട്. എന്താണ്? ആ വിഷയത്തിൽ മുജാഹിദുകൾ വാദപ്രതിവാദം നടത്താൻ കഴിയാതെ പോയി. ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകൾ എന്ന് മറുപക്ഷം പറയുന്നു. ഇത് ക്ലിപ്പാക്കി ഇട്ട് കാണിക്കുകയാണ്. നാണുണ്ടോ മനുഷ്യ? നിങ്ങൾ ആലോചിച്ച് നോക്കിടി. ആ CD ഒന്ന് കണ്ടിട്ട്, ആ വിഷയം ഒന്ന് കേട്ടിട്ട്, അവിടെ വെച്ചുകൊണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, സഹായം തേടുന്നവരാണെന്ന മുജാഹിദുകൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന വാദത്തെ എതിർത്തുകൊണ്ട് ആ വിഷയത്തിൽ വരെ വേണമെങ്കിൽ ഞങ്ങൾ വാദപ്രതിവാദം നടത്താമെന്ന് പരസ്യമായി പറഞ്ഞിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതിവെച്ച് നേതാക്കൾ വന്ന് എഴുതിവെച്ച വാചകങ്ങൾക്ക് പുല്ലുവരെ കൽപ്പിച്ച് പുറകിലേക്ക് ചവിട്ടിയെറിഞ്ഞിട്ട് ഒരു വാദപ്രതിവാദത്തിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി നടത്തിയ കുതന്ത്രങ്ങളെ ക്ലിപ്പിട്ട് കാണിക്കാണ്. ആര്? നമ്മുടെ ഇവിടെ വന്ന് പ്രസംഗിച്ച അലിമുല്ലാഖ്. അദ്ദേഹത്തിന്റെ CD ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹമാണ്. എങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവര് വാദപ്രതിവാദം നടത്തല്ലേ വേണ്ടത്? അല്ലേ? ഇവര് വാദപ്രതിവാദം നടത്തിയല്ലേ വേണ്ടത്? നടത്തിയോ? എന്നിട്ട് നടത്തിയോ? തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച അലി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വലിച്ചുകൊണ്ട് ഈ ഉള്ളവൻ ചോദിച്ചു, നിങ്ങൾ വാദപ്രതിവാദത്തിലുണ്ടോ എന്ന്. ഞങ്ങളുടെ പേരിൽ ഒരാരോപണം പറയുമ്പോൾ അത് തെളിയിക്കുവാൻ നിങ്ങൾ വാദപ്രതിവാദത്തിലുണ്ടോ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആൺകുട്ടികളെ ചോദിച്ചപ്പോ പിന്നാലോചിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ വേണ്ട, പിന്നാലോചിക്കാനാ. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞല്ലോ. ആലോചിക്കാൻ സമയമായിട്ടുണ്ടോ? ആലോചിക്കാൻ സമയമായിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആൺകുട്ടികളുള്ള പ്രസ്ഥാനമാണ്, ഇത് ആദർശ പ്രസ്ഥാനമാണ്, ആദർശമുള്ള പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ നിലപാട് ഒരു നിലപാടാണ്. ആ നിലപാട് കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? പാടില്ല. ജിന്നുകളോട് സഹായം തേടാമോ? പാടില്ല. അതുപോലെ തന്നെ മലക്കിനോട് സഹായം തേടാമോ? പാടില്ല. അല്ലാഹു അല്ലാത്തവർക്ക് നടത്തുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ അത് ശിർക്കാണ്, കുഫ്റാണ്, പാടില്ലാത്തതാണ് എന്ന് ഔദ്യോഗികമായി പ്രസ്താവിക്കുകയും ആ വിഷയങ്ങൾ നാടുനീളെ വിശദീകരിക്കുകയും അതുപോലെ തന്നെ ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ കുപ്രയം നടത്തുന്നവരുടെ നാവടക്കിക്കൊണ്ട് പുസ്തകം ഇറക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രം സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ പ്രശ്നം എന്താ? ഇപ്പൊ ഇവിടെ ഒന്ന് പ്രസംഗിച്ചവൻ പറയാണ്, ഇപ്പൊ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് പറയുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്ന ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അവരെ മുജാഹിദ് പ്രസ്ഥാനം ഉൾക്കൊള്ളൂല എന്നാണ് TP പറയുന്നത്, AP പറയുന്നത്, അബ്ദുറഹ്മാൻ മദനി പാലത്ത് പറയുന്നത്. അതെന്നെ പടച്ചോ ചിലത് ചെയ്യും, അത് അള്ളാന്റെ തഖ്ദീറാണ്, അള്ളാഹുവിന്റെ തീരുമാനമെന്ന് വിചാരിച്ചോ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കാണ്. ഇവിടെ ആരാ കടിച്ചത്? ഈ വിഷം ഇവിടെ കുത്തിയതാരാ? മടവൂരികളാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകള്. ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടന്നിരുന്ന അതേ ആളുകൾ തന്നെ ഇന്ന് നാട് നീളെ CD ഇട്ടിട്ട് TPയുടെ പ്രസംഗം കേൾപ്പിച്ചിട്ട്, AP-യുടെ പ്രസംഗം കേൾപ്പിച്ചിട്ട്, MM മദനിയുടെ പ്രസംഗം കേൾപ്പിച്ചിട്ട് പറയുന്നത് എന്താ പറയുന്നത്? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന, ജിന്നിനോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ല, പുറത്തു പോകണം എന്നാണ് മുജാഹിദുകളുടെ വാദം എന്ന് അവര് തന്നെ പറയേണ്ടി വന്നു. ഒരു ലക്കം ശബാബ് അതിനുവേണ്ടി അല്ലാഹു നിങ്ങളെ കൊണ്ട് നീക്കി വെപ്പിച്ചു. ഇത് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുക തന്നെ ചെയ്യും. കാര്യം എന്താ? നിങ്ങളുടെ കഴിഞ്ഞകാല ശബാബ് എടുത്ത് പരിശോധിച്ച് നോക്ക്. അതിനകത്തൊരു പങ്ക്തിനുണ്ട്, നെല്ലും പതിരും എന്നാണ് എന്റെ പേര്. നെല്ലില്ല, പതിര് മാത്രമേ ഉള്ളൂ. പേര് നെല്ലും പതിരുന്ന. എത്ര ലേഖനം എഴുതി കൂട്ടി.
മുജാഹിദ് പ്രസ്ഥാനം ജിന്നോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്, സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന് പറയുവാൻ വേണ്ടി എത്ര പേജുകൾ നിങ്ങൾ നീക്കിവെച്ചു, എത്ര പ്രസംഗങ്ങൾ നിങ്ങൾ നടത്തി. അവസാനം കേൾക്കാൻ ആളില്ല. കേട്ട ക്ലിപ്പ് കണ്ട് മടുത്ത് മരവിച്ച് അവസാനം ക്ലിപ്പ് കരയാൻ തുടങ്ങി. സാറേ എന്നെ വിട്ടേക്ക്. ആ രൂപത്തിൽ കരയാൻ തുടങ്ങി. കേൾക്കാൻ ആളില്ലാതെ വീടിനകത്ത് പോയി വാതിലടച്ച് ചക്രശ്വാസം വരച്ച് കിടക്കുമ്പോഴാണ് പുതിയൊരു സീഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അതെന്താ TP പറയാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ജിന്നോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മലക്കിനോട് സഹായം നേടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ പുറത്തു പോകണം എന്നാ. അപ്പൊ പിന്നെ ആരാണെന്നാ ഉണ്ടെങ്കിൽ പുറത്തു പോകണം. ആരാണെന്നോ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം സ്വീകരിച്ച ഒരു കുട്ടിയും അത് പറയില്ല. ഇനി ആരെങ്കിലും ആ വാദവുമായി ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ലെന്ന് നട്ടല്ലതോടെ പറയാൻ കഴിയുന്ന ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങളെന്താ വിചാരിച്ചത്? ആ ഒരു വാദവുമായി ഒരുത്തന് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് എന്താ വിഷയം? അതാ ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്താ വിഷയം? പിരിച്ചുവിടണം നിങ്ങളുടെ പ്രസ്ഥാനം. ഇനി എന്തിനാ മടവൂരി? ഇനി എന്തിനാ മടവൂരികള്? ഇനി എന്തിനാ മടവൂരി പള്ളി? നാട് നിങ്ങളെ ഇതല്ലേ നിങ്ങളുടെ ദേവ? നാട് നിങ്ങളെ നിങ്ങളുടെ പ്രസംഗം ഇതായിരുന്നില്ലേ? ഇപ്പൊ തിരിച്ച് നിങ്ങൾ പറഞ്ഞിടക്ക, നിങ്ങൾ പ്രചരിപ്പിക്കണം, എല്ലായിടത്തും നിങ്ങൾ പ്രസംഗിക്കണം. കാരണം നിങ്ങളാണ് കടിച്ചത്, നിങ്ങൾ തന്നെ വിഷം വലിക്കും, നിങ്ങൾ വലിപ്പിക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ട്. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് കേരള ജംഇയ്യത്തുൽ ഉലമ പുസ്തകത്തിലൂടെ പുറത്തുവിട്ടു. എന്താ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? ഞങ്ങൾക്ക് കേൾക്കണം. കാര്യം എന്താ? ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞത് ആരാ? ഞങ്ങളാണ് പോലും. ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞത് ഞങ്ങളാണ് പോലും. എന്നാൽ ആ വാദം ഉന്നയിച്ച അന്ന് മുതൽ ഞങ്ങൾ ഉയർത്തിക്കാണിച്ചു. ഇത് സാക്ഷാൽ മടവൂരികൾ ഇറക്കിയ ബുക്കായത്. ഇത് ശബാബിൽ എഴുതി പിന്നെ ക്രോഡീകരിച്ചതാണ്. പ്രാർത്ഥന തൗഹീദ് ഈ പുസ്തകത്തിൽ പറയാ, കേട്ടോളൂ. ഒരു ചോദ്യം ഇദ്ദേഹത്തോട്, ഒരു ചോദ്യം ശബാബിലാ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞു. ആ മറുപടി പറയുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ വാചകം എന്താ? കേട്ടോളൂ. ജിന്നുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരുടെ ആസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച വിശദ വിവരണങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ അടുത്ത വാചകം. അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളോടും മലക്കുകളോടും സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. വിജനപ്രദേശത്ത് ജിന്നിനോടും മലക്കിനോടും സഹായം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് മുജാഹിദുകളുടെ പുസ്തകമല്ല, ഇത് യുവത ഇറക്കിയതാണ്, മടവൂരികൾ ഇറക്കിയതാണ്. ശബാബിലെ ചോദ്യമാണ്, ശബാബിലെ ഉത്തരമാണ്. അത് പുസ്തകമാക്കി ഇന്നും വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് തിരുത്തിയില്ല. എത്രത്തോളം പറഞ്ഞു കേട്ടോളൂ. ജിന്നുകളും മലക്കുകളും സഹായിക്കുമോ? വീണ്ടും ചോദ്യമാണ്. എപ്പോഴാണ്? എല്ലാം കഴിഞ്ഞ് 2009 ഡിസംബറിൽ ശബാബിൽ എന്താ ചോദ്യത്തിന് വിശദീകരണം നൽകിയത്? അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതിനു മുമ്പ് പറയുന്നത് കേട്ടോളൂ. മുജാഹിദുകൾക്കിടയിൽ ജിന്ന് വിവാദം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യത്തിന് ഈ പംക്തിയിൽ മുസ്ലിം നൽകിയ മറുപടിയിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതാണിത്. അതിലൊന്ന്, വിജയമായൊരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ്. പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടെയുള്ള കാര്യകാരണബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് തെറ്റല്ല, ശരി തന്നെയാണ്. ഇത് 2009 ഡിസംബറിലും പറഞ്ഞു. ഇനി ഈ വാദം ഞങ്ങൾ അംഗീകരിക്കൂല, അത് ചെറിയ മുണ്ടത്തിന്റെ ഒറ്റപ്പെട്ട വാദമാണ്, ഞങ്ങൾക്കതുമായി യോജിപ്പില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വന്ന് പ്രസംഗിച്ച സാക്ഷാൽ അലി മുസ്ലിയാർ സ്ഥാനക്കേറ്റക്കുറക്കാരൻ മൂപ്പര് ഫോണിൽ വേറെ ആളെ കൂടെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മുല്ലാന്ന് വിളിക്കുമ്പോൾ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അത് ഒഴിവാക്കണം. നമുക്കിവിടെ മുസ്ലിയാരായിക്കോട്ടെ, നമുക്കൊരു പ്രയാസം മുല്ല തന്നെ ആകണമെന്നില്ല, കുറെ കാലമായില്ല പ്രസംഗിക്കുന്നത്, ഒരു മുസ്ലിയാരായി ആയിക്കോട്ടെ. അപ്പൊ ഈ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണത്?
എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹവും ഇതിനെ ന്യായീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ആ വാചകം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കേൾക്കാം. ചെറിയ മുണ്ട് എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിന്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. ആരോട്? ജിന്നിനോട്. ആരോട് ചോദിച്ചോളാൻ? ജിന്നിനോട് ചോദിച്ചോളാൻ. അപ്പൊ ജിന്നിനോട് ചോദിക്കാൻ പറഞ്ഞാരാ? മടവൂരി. നിങ്ങൾക്കുണ്ടോ ജമിയത്തുലമാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഉണ്ടോ? നേതാക്കൾ എന്ന് പറയുന്നത് വല്ലതും ഉണ്ടോ അവിടെ? എങ്കിലും നിലപാട് പറയണം. ഇയാളുടെ നിലപാട് എന്താ? പറയണം. ജിന്നിനോട് കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാന്നാ പറഞ്ഞത്. അങ്ങനെ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് വല്ലതും ബോധ്യപ്പെട്ടാൽ ജിന്നിനോടും ചോദിക്കാമെന്ന് പറഞ്ഞവനാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന് മേലെ വരേണ്ടത്? ആണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ നിലപാടുമായിട്ട് എടുത്ത് നിൽക്കൂല. മനസ്സിലായോ? ഈ നിലപാടുമായിട്ട് ഒരാൾ മുജാഹിദ് പ്രസ്ഥാനം നിൽക്കൂല. ഇനി കേട്ടോളൂ, വീണ്ടും അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടോളൂ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ? ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ? ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ആരോട് ചോദിക്കണ കാര്യ? പടപ്പിനോട് ചോദിക്കണ കാര്യല്ലത്. മലക്കിനോടും ജിന്നിനോടും ചോദിക്കണ കാര്യ. അവർക്ക് വല്ല കഴിവും കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചോന്നാ ചെറിയ മുണ്ടം പറഞ്ഞതിൽ തെറ്റില്ല എന്നായി പറയുന്നത്. അപ്പൊ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിന്നിനോട് ചോദിക്കാം, മലക്കിനോട് ചോദിക്കാമെന്ന ഈ വാദം, ആ വാദം മുജാഹിദിനോ അതോ മടവൂരിക്കും? മറുപടി പറയണം. ഞങ്ങളുടെ ജമിയത്തുലമ എന്ന് പറഞ്ഞാൽ ജമിയത്തുലമയാണ്. പഠിച്ചു വെച്ചോ, അത് പറയും ആദർശം, നട്ടലോടെ പറയും ആദർശം. ആ ആദർശം പറഞ്ഞിട്ടുണ്ട്, പേടിക്കാതെ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടാതെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആദർശം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിലപാട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ പിന്നെ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് വന്നില്ലേ? കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ചെറിയ മുണ്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിന് മുമ്പ് ആ വാചകം ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏതൊരു മടവൂരിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്റ്റേജിൽ പ്രത്യേകം സീറ്റ് അവർക്ക് കൊടുക്കുന്നതാണ്. ആ വാചകം അഥവാ അങ്ങനെ ജിന്നുകൾക്കൊരു കഴിവ് കൊടുത്തിട്ടില്ല എന്നൊരു വാചകം ചെറിയ മുണ്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ വാചകത്തിന് മുമ്പ് ചെറിയ മുണ്ടം, ആ പുസ്തകത്തിൽ ചെറിയ മുണ്ടം പറഞ്ഞിട്ടുണ്ടെന്ന അങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് കയറി വരാം. ഞങ്ങൾ ഇവിടെ സീറ്റിട്ട് പ്രത്യേകം കസേര അവർക്ക് കൊടുത്തിട്ട് അവിടെ ഇരുത്തും. മുമ്പ് നന്ദിയിൽ ഒരുപാട് പേരെ ഞങ്ങൾ ഇരുത്തിയതാ. ഇനി ഞങ്ങൾ ഇവിടെയും ഇരുത്താൻ തയ്യാറാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഇനി കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ചെറിയ മുണ്ടം പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ചെറിയ മുണ്ടം പറഞ്ഞാൽ ശരിയാവൂലല്ലോ. കാരണം അലി മുസ്ലിയാർ തന്നെ പറഞ്ഞതെന്താ? അദ്ദേഹം പറയുന്നത് ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കേട്ടോളൂ. അദ്ദേഹം തന്നെ പറയട്ടെ. എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേര ഒന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? പറ്റുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാല് ചോദിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ? കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട കാര്യം ചോദിക്കാന്നല്ലേ ഇച്ചിരി നേരത്തെ അദ്ദേഹം പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറയാം, സിംഹാസനം കൊണ്ടുവരാനുള്ള കഴിവ് ഇഫ്രീത്തിനുണ്ട്. അത് മനസ്സിലായി. കാര്യം സുലൈമാൻ നബിയോട് ഇഫ്രീത്ത് പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ ആ സിംഹാസനം കൊണ്ടുവന്ന് തരാം, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ സിംഹാസനം, ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവന്ന് തരാം. കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അത് കൊണ്ടുവരാനുള്ള കഴിവ് ഇഫ്രീത്തിനുണ്ട് എന്നാണ്.
എന്നിട്ട് അദ്ദേഹം ചോദിക്കണമെങ്കിൽ കസേര എടുക്കാൻ ഇഫ്രീത്തിനോട് പറയാമോ എന്നാ ചോദിച്ചത്. അങ്ങനെ ചോദിക്കാതല്ലേ നിങ്ങൾ പറഞ്ഞത്. ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധിച്ചു കേട്ടോളൂ. അദ്ദേഹം പറയുന്നു ജിന്നിന്റെ കഴിവിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ വാദപ്രകാരം പറയാമല്ലോ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കാമെന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? അതല്ലേ ചെറിയ മുണ്ടം എഴുതിയത്? അതിനെയല്ലേ നിങ്ങൾ ന്യായീകരിച്ചത്? അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കണോ, ഇവിടെ രസം എന്നറിയോ? ഇയാള് കാഫിറാണ്. ഇയാൾക്ക് തൗഹീദില്ല. ചെറിയ മുണ്ടത്തിന് തൗഹീദില്ല, കാഫിറാണ്. ആരാ പറഞ്ഞത്? നമ്മളല്ല. നമുക്ക് അങ്ങനെ പറയുന്ന നേരല്ല, നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മളങ്ങനെ പറയാൻ നടക്കണവരല്ല. ആർക്കെങ്കിലും കുഫറുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അല്ലാതെ ആളുകളെ കാഫിറാക്കുന്ന പ്രസ്ഥാനമല്ല. കുഫറുണ്ടെങ്കിൽ കുഫറാണത്, ശിർക്കാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. പക്ഷേ ഈ വാദം, അലിയുടെ ഈ വാദം, അതുപോലെ തന്നെ ചെറിയ മുണ്ടത്തിന്റെ ഈ വാദം ശരിയല്ല എന്നാണ് സലാം സുല്ലമി പറയുന്നത്. അവർ പറയുന്നത് കുഫർ തന്നെയാണ്, ശിർക്ക് തന്നെയാണ്, ശരിയല്ല. ഹലോ, അസ്സലാമു അലൈക്കും. സാറീരൊക്കെ ശബാബിലേ മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിൽ മറ്റേ വിഷയം ഉണ്ടല്ലോ, മറ്റേ വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹു എന്നെ സഹായിക്കണം വെച്ചാൽ പ്രാർത്ഥനയാവട്ടെ. അതിപ്പോ ഞാൻ നോക്കുമ്പോഴാ വളരെ അപകടമാണ് അയാളെ എഴുതിയത്. ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യണത് അത് ചെറിയ മുണ്ടേ അറിയാം. കാരണം തായ്മയോടുകൂടി അദർശ്യ മൽക്കിനും ചിന്നിയും വിട്ടു തേടിയാൽ തന്നെ തായ്മയല്ല. വിഫൽ ഘട്ടത്തിൽ സായം തേടുന്ന തന്നെയല്ലേ തായ്മ. ഇതിപ്പോ സാറിന്റെ സദ്യപ്പെട്ടോളല്ലേ? ഞാൻ ഇപ്പോഴാണ് എനിക്ക് സദ്യപ്പെട്ട. ഇങ്ങോട്ടാരെ വിളിച്ചു വന്നപ്പോ നോക്കിയതാ. നിങ്ങൾ ആരെയും വിളിച്ചു വന്നിട്ട്? ഞാൻ ഒരാള് ഏതായാലും ചങ്ങായി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. നേതാക്കൾ ആരെയും വിളിച്ചു ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വിളിച്ചു ചോദിക്കി. അല്ല, എന്താണ് ഇപ്പൊ ഇത്? അതിപ്പോ നമ്മൾക്ക് വിജനപ്രദേശത്ത് വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ യോജിക്കാൻ പറ്റുന്നത്? മൽക്കിനും ചിനിയും ഉദ്ദേശിച്ചാൽ പ്രാർത്ഥനയായില്ലേ? ശരി. അത് കൃത്യമാർഗത്തിലുള്ള സായം തട്ട പ്രാർത്ഥനയല്ലേ? ചെറിയ മുണ്ടാണ് എഴുതണല്ലേ? അത് മൂപ്പര് മുമ്പ് എഴുതിക്കണല്ലേ വിഷയം? മൂപ്പര് എഴുതിക്കുന്ന വീട്ടിൽ നിന്ന് അംഗീകരിച്ചതാണ് മൂപ്പര് അതിനെ. അതെന്താ അങ്ങനെ? മൂപ്പർക്ക് എന്താ ഇല്ല ഇങ്ങനെ? എന്താ അറിയില്ല, അയാള് മുമ്പ് എഴുതിയതാണ്, ഇനി വീട്ടിൽ നിന്ന് അംഗീകരിച്ചെന്നുള്ളൂ. സഭാവക്ക് വിളിച്ചാൽ ചോദിച്ചു. പിന്നെ സലാമോലുവിന്റെ ലേഖനം 2-3 ലക്കം കഴിഞ്ഞ ഈ ലക്കത്തിലല്ല, കഴിഞ്ഞ 2 ലക്കം ഇല്ലല്ലോ. 5 കൊടുക്കൂല, 5 കൊടുക്കാൻ താല്പര്യം. ഞാൻ ലേഖനം കൊടുക്കലുണ്ട്, എന്നാലും ഒരു പ്രസിദ്ധീകരിക്കൂല. എന്റെ ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. ഉൽക്കനോട് താല്പര്യം, ഇങ്ങനത്തെ ഇതിനോടൊക്കെ താല്പര്യമുള്ളൂ. കണ്ടോ സാധു. മുജാഹിദിൽ ഭയങ്കര ഗ്രൂപ്പാണ് പോലും. മുജാഹിദുകൾക്ക് ഗ്രൂപ്പാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്റെ ഇടമുണ്ട്, കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രവർത്തകർ അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ അത് തീർക്കുവാനുള്ള മാർഗം മുജാഹിദുകൾക്കറിയാം. കാരണം മുജാഹിദുകളുടെ കയ്യിൽ ഖുർആനുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ സുന്നത്തുണ്ട്. അതിൽ വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തവരാ മുജാഹിദുകൾ. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ബേജാറായിക്കോ. കാരണം നിങ്ങളുടെ കയ്യിൽ അതില്ല, അതാ പ്രശ്നം. നിങ്ങളുടെ കയ്യിൽ അതില്ല. പ്രമാണം നിങ്ങൾ വലിച്ചെറിഞ്ഞു, തെളിവ് നിങ്ങൾ വലിച്ചെറിഞ്ഞു. ആ തെളിവ് നിങ്ങൾ വലിച്ചെറിഞ്ഞത് കൊണ്ട് അനുഭവിക്കാണ്. സലാം സുല്ലമി പറയാണ് ഇയാള് മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഇയാള് തൗഹീദില്ലാത്ത ആളാണ്. ആര്? കാര്യം ഇതിനെ ന്യായീകരിച്ച ആളാ, ചെറിയ മുണ്ടത്തെ ന്യായീകരിച്ച ആളാണ്. ചെറിയ മുണ്ടം പറഞ്ഞത് ശിർക്കാണ്, ആ ശിർക്കിനെ ന്യായീകരിച്ച ആളാണ് ഈ പറഞ്ഞ അലി മുസ്ലിയാര്. ഇവിടെ ഒന്ന് പ്രസംഗിച്ച അലി മുസ്ലിയാര് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക്, എവിടെയാ പ്രശ്നമുള്ളത്? ആരാ ആ ജിന്നിനോട് സഹായം നേടാന്ന് പറഞ്ഞത്? ഞങ്ങളോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരോ അല്ല, ഞങ്ങൾ പഠിപ്പിച്ചവരാണ്. എന്ത് പഠിപ്പിച്ചു? ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയപ്പെട്ടവരിൽ ജിന്നുപെടും മലക്കുപെടുമെന്ന് പഠിപ്പിച്ചു കൊടുത്തവരാണ് മുജാഹിദുകളെന്ന് സമ്മതിക്കണാര്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ തന്നെ സമ്മതിക്കാണ്. അല്ലാതെ ഞങ്ങൾ ജിന്നോട് സഹായം തേടാം എന്ന് വാദിച്ചവരാണെന്നല്ല.
നേരെ മറിച്ച് പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് മുജാഹിദുകള്. ഞങ്ങൾക്കത് പഠിപ്പിച്ചത് തന്നെ മുജാഹിദ് മൗലവിമാരാണ് എന്ന് മുസ്ലിയാർ തന്നെ പറയുന്നു. കേട്ടോളൂ നിങ്ങൾ. ശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഓദിക്കോ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. കണ്ടോ, മുസ്ലിയാർ സമ്മതിക്കാണ്. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇന്തദൂഹും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമീഉ, കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നതല്ല. മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന വേറെ ആരുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആയത്തിൽ ജിന്ന് പെടും, മലക്ക് പെടും, അതുപോലെ തന്നെ അമ്പിയാക്കൾ പെടും എന്നൊക്കെ പഠിപ്പിച്ചത് ആരാ? ഹനീഫ മൗലവിയാണ്. മുജാഹിദ് മൗലവിമാരാണ്. മനസ്സിലായോ? ആ മൗലവിമാരെ കുറിച്ചല്ലേ സാധുജി പറഞ്ഞത്? എന്ത്? അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാ മുയിലാരോടൊന്ന് പോയി ചോദിച്ചൂടായിരുന്നോ? മുയിലാറെ ക്ലിപ്പ് മുറിക്കാനല്ലേ അതൊക്കെ അറിയുള്ളൂ, മുസ്ലിയാറെ ക്ലിപ്പ് മുറിക്കാനല്ലേ അറിയുള്ളൂ. എന്നിട്ട് ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് ഇയാൾ പ്രസംഗിച്ചത് എന്താ? കുന്നത്തേരി സംവാദത്തിൽ ജിന്നിനെ കൊണ്ട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. അയാൾ തന്നെ സമ്മതിച്ച പിന്നെ മറുപടി അയാൾ തന്നെ സമ്മതിച്ചതല്ലേ. എന്നിട്ട് അതിനുവേണ്ടി ഒരു പ്രസംഗം അവിടെ വന്ന് നടത്തി. കാര്യം മുജാഹിദിൽ എവിടെയെങ്കിലും തൗഹീദ് പറഞ്ഞ പുറകെ വരും ഇവര്. ആര് ഇവര് മടവൂരുകള്. മുജാഹിദിൽ എവിടെയെങ്കിലും തൗഹീദ് പറഞ്ഞ അവിടെ വരും. എന്നിട്ട് പറഞ്ഞാല് നിങ്ങളത് കേൾക്കണ്ട, അതൊന്നും ശരിയല്ല, അതൊന്നും ശരിയായിട്ടില്ല എന്ന രൂപത്തിൽ ഇങ്ങനെ വരും. അവിടെ ഒന്ന് പ്രസംഗിച്ചു. നമ്മളതിന് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ ജിന്നിന്റെ കാര്യം അവിടെ കിടക്കാട്, തീർപ്പായിട്ടില്ല. ഇനി മലക്കോ ഇത് അത്തൗഹീദ് 2004 ഏപ്രിൽ 2004 അത്തൗഹീദിൽ പറഞ്ഞെന്താ? ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. കണ്ടോ, ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ജന്തുക്കൾ അറിയും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. കണ്ടോ, മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു പോയാൽ അയാൾ ഉറക്കെ വിളിച്ചന്വേഷിക്കൂ. ആരാ രക്ഷക്ക് വരുന്നത്? മലക്കുകൾ രക്ഷക്ക് വരും. ഇവിടെ തിരുവനന്തപുരം മുഖാമുഖത്തിൽ ഈ കോട്ടിങ്സ് വെച്ചൊരു സഹോദരൻ ചോദ്യം ചോദിച്ചപ്പോ നമ്മുടെ ഈ അലിമുസ്ലിയാര് പറയാണ്, ആ മരുഭൂമിയിൽ വെച്ചിട്ട് ആരെയാ ഉറക്കെ വിളിച്ചന്വേഷിക്കേണ്ടത്? അള്ളാനെയല്ലേ? ആണോ? എങ്ങനെ ഉറക്കെ വിളിച്ചന്വേഷിക്കേണ്ടത്? പതുക്കെ വിളിച്ചാ പോരെ? പറഞ്ഞത് ഉറക്കെ വിളിച്ചന്വേഷിക്കാനാ. അല്ലാഹനെ വിളിക്കേണ്ടത് എങ്ങനെ? ഉറക്കെ വിളിച്ചന്വേഷിക്കാണോ? ഉദ്ഉ റബ്ബക്കും തളർറുൻ വഖുഫിയ, ശബ്ദം താഴ്ത്തി വിളിക്കണം റബ്ബിനെ, അല്ലാതെ കൂക്കി വിളിക്കല്ല. പടപ്പിനെയാ വിളിക്കേണ്ടത്. കാരണം അവരെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്. അവർ കേൾക്കണം, അതിനു വേണ്ടിയിട്ട് ഉറക്കെ വിളിക്കണം. അല്ലാനെയോ പതുക്കെ വിളിക്കണം, ശബ്ദം താഴ്ത്തി വിളിക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാല് എന്താ വിളിക്കേണ്ടത്? മലക്കേത് വിളിക്കണതാണ്. മലക്കേത് വിളിക്കണം, രക്ഷക്കെത്തണമല്ലോ, മലക്ക് വണ്ടി കയറി വരണമല്ലോ. ഇത് എഴുതി വെച്ച ആളുകൾ തിരുത്തിയോ? കൂടിയോ? ഒരു കൗൺസിലെങ്കിലും കൂടിയോ? അത് ഉണ്ടായിട്ട് വേണ്ട കൂടാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതൊക്കെ ഉണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ കൂടും, വിഷയങ്ങൾ ചർച്ച ചെയ്യും, അതുപോലെ തന്നെ വിഷയങ്ങളെ സംബന്ധിച്ച് മാറ്റം വെച്ച് നോക്കും, തെറ്റുള്ളവർ തിരുത്തും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. സുതാര്യാണ്. ഈ വിഷയം ഉണ്ടായില്ലേ? നാട് നീളെ നിങ്ങൾ കൊണ്ടു നടന്നു. ആദ്യം ഇപ്പോഴും ഈ സീഡിയിലുണ്ട് ശംസുദ്ദീൻ പാലത്തിന്റെ മുഖ്യശത്രു എന്ന് പറയുന്ന സീഡിയിലെ ക്ലിപ്പിംഗ് പുതിയ ആ സീഡിയിലുണ്ട്. അദ്ദേഹം പിൻവലിച്ചു, ആ സീഡ് തന്നെ പിൻവലിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് അത് പ്രചരിപ്പിക്കരുത്. കാരണം ആലമുൽ ജിന്ന് വശയാത്തീൻ എന്ന പുസ്തകം, സുലൈമാനുൽ അസ്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകം, ആ പുസ്തകം തുറന്നു വെച്ചിട്ട് പിന്നെ ശംസുദ്ദീൻ പാലത്ത് നടത്തിയ ഒരു പ്രസംഗമാണത്. സ്വാഭാവികമായും ആ പുസ്തകത്തിൽ സുലൈമാനുൽ അസ്കറിന്റെ പുസ്തകത്തിൽ വന്ന സ്ഖലിതങ്ങൾ അദ്ദേഹം ആ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാൽ വിഖായത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന് കിട്ടി.
അതിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ അബദ്ധങ്ങളെ വേർതിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം പരസ്യമായി തിരുത്തി പറഞ്ഞു. ഞാൻ ആ സീഡ് തന്നെ പിൻവലിച്ചു, എന്റെ ഭാഗത്ത് അബദ്ധം പറ്റിയതാണ്, തെറ്റുപറ്റിയതാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാ. തെറ്റുപറ്റിയാൽ അതിൽ കടിച്ചു തൂങ്ങുന്നവരല്ല മുജാഹിദ് പ്രസ്ഥാനം. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ദുനിയാവിൽ കിട്ടുന്ന താൽക്കാലികമായ നേട്ടങ്ങൾക്കോ പദവികൾക്കോ വേണ്ടിയല്ല, പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരാണ്. തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള മനസ്സ്, അള്ളാഹുവിനെ ഓർത്ത് തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ശംസുദ്ദീൻ പാലത്തെ നിർവഹിച്ചില്ലേ പരസ്യമായിട്ട്. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ആ CD അതിന്റെ ക്ലിപ്പിട്ട് നടക്കല്ലേ? കാരണം എന്താ? വേറൊന്നില്ല. എന്നാൽ അതിനേക്കാൾ വലിയ അബദ്ധങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാട്ടവുമില്ല, പറയാനുമില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഹീദ്, ആ തൗഹീദിനെ കുറിച്ച് പഠിക്കാതെ, ആ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ അകന്നുപോയി. പിന്നെയോ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചവിട്ടിക്കളിച്ചത് എന്തിനെയാണ്? ഹദീസുകളെയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, ആ ഹദീസുകളെ നിങ്ങൾ പിന്നെ ചവിട്ടിക്കളിച്ചത് അല്ലേ? എന്താ എഴുതിയത്? മിഅ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ്. ആ മിഅ്റാജിനെ കുറിച്ച് എഴുതി വെച്ചു. എന്ത്? മിഅ്റാജ് സ്വപ്നമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. കണ്ടോ? ഖുർആനും സുന്നത്തും പറയുന്നത് എന്താ? മിഅ്റാജ് സ്വപ്നമായിരുന്നു. എന്താ നിങ്ങളുടെ നിലപാട്? പറയണം നിങ്ങൾ. ഇത് എഴുതിയ ആള് സലാഹു സുല്ലമിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മറിച്ചു നോക്ക്. അമാനി മൗലവിയുടെ തഫ്സീറിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുണ്ട്. എന്നാൽ മടവൂരികളെ, നിങ്ങളുടെ നിലപാട് എന്താണ്? ആ സലാം സുല്ലമി തന്നെ ബുഖാരിയുടെ പരിഭാഷയിൽ എഴുതി വെച്ചത് എന്താ? മിഅ്റാജ് സംഭവം ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഒരു ആത്മീയ ദർശനം മാത്രമാണ്. മിഅ്റാജ് എന്ന് വെച്ചാൽ നബിയുടെ ഉറക്കത്തിൽ ഉണ്ടായ സംഭവമാണ്. നബിക്കുണ്ടായ ഒരു ആത്മീയ ദർശനം മാത്രമാണ്. അതിന് താഴെ പറയുന്ന ഏതാനും തെളിവുകൾ ശ്രദ്ധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് സ്വപ്നമായിരുന്നുവെന്നതിന് താഴെ പറയുന്ന തെളിവുകൾ ശ്രദ്ധിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ആര്? സലാഹു സുല്ലമി. ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ആ ഹദീസുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മേറാജുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചാൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, മുസ്ലിം ഉദ്ധരിച്ചാൽ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ആദർശം, ആ ആദർശത്തിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് കൂറുണ്ടെങ്കിൽ നിങ്ങൾ വരൂ ഞങ്ങളുടെ മുന്നിലേക്ക്. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരുക്കി തരാൻ വേദി. എന്താ വേദി ഒരുക്കി തരാമെന്ന് പറഞ്ഞത്? ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ, അത് സ്വീകാര്യമല്ലാത്തതിലുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അസ്വീകാര്യമായ ഹദീസുണ്ട് എന്ന് തെളിയിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ നാടുനീള പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട്, നിങ്ങൾ നാടുനീളെ പ്രസംഗിക്കുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അസ്വീകാര്യമായതുണ്ട് എന്ന് അത് തെളിയിക്കാൻ നിങ്ങളെ വിളിക്കുകയാണ്. ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഇന്നല്ല, ഇവിടെ വെച്ചുകൊണ്ടല്ല, ഇതിനു മുമ്പും ഞങ്ങൾ വേദി ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ അടുത്ത് എറണാകുളം ജില്ലയിൽ ഇതുപോലെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആ ഹദീസിനെ ഇവർ നിഷേധിച്ച് നോട്ടീസ് ഇറക്കി. മാത്രമല്ല ഇവർ കുപ്രചരണങ്ങൾ നടത്തി. ആ ഘട്ടത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയുടെ നോട്ടീസാണ്. ഞങ്ങളൊരുക്കിയ വേദി നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. നോട്ടീസ് കൊണ്ട് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെ ഇവർ ചവിട്ടിക്കളിച്ച ഘട്ടത്തില് ഞങ്ങള് ചോദിച്ചു, നിങ്ങൾ തയ്യാറുണ്ടോ? വരൂ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വേദി ഒരുക്കി തരാം. ഏതെങ്കിലും നിനക്ക് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത് തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, സമർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ പരിപാടിയാണ്. തുറന്ന ചർച്ചയ്ക്ക് മടവൂരികൾ തയ്യാറാണോ ചോദിച്ചു. നോട്ടീസ് ഇറക്കി. തുറന്ന ചർച്ചയ്ക്ക് മടവൂരികൾ തയ്യാറാണോ? നോട്ടീസ് ഇറക്കി. അതിനവർ നൽകിയ മറുപടി എന്താണെന്നറിയോ? തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞിറക്കിയ നോട്ടീസായത്. ഇത് ഞങ്ങൾ കൊടുത്ത നോട്ടീസ്. തുറന്ന ചർച്ചയ്ക്ക് മടവൂരികൾ തയ്യാറാണോ? ആണെങ്കിൽ വരാനാ പറഞ്ഞത്.
അപ്പോ അടുത്ത ആഴ്ച ഇവരൊക്കെ നോട്ടീസാ, തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാർ. ഞങ്ങൾ തുറന്ന ചർച്ച വെച്ചു. കണ്ടോ, തുറന്ന ചർച്ച, ഓപ്പൺ ഡിബേറ്റ്, തുറന്ന ചർച്ച. ഏതൊരു മുസ്ലിയാർക്കും കടന്നു വരാം, ഏത് മടവൂരിക്കും കടന്നു വരാം. ഞങ്ങൾ സ്റ്റേജിന്റെ പകുതി സീറ്റുകൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടു. കാരണം അവർ താഴെ വന്നിരിക്കണ്ട. സാധാരണ മുഖാമുഖത്തിന് ചോദിക്കുന്ന പോലെ താഴെ വന്നിരിക്കണ്ട, അവർക്ക് സ്റ്റേജിൽ വന്നിരിക്കാം. അങ്ങനെ പകുതി സീറ്റ് ഒഴിച്ചിട്ട് ഞങ്ങൾ മാർച്ച് 18 ഞങ്ങള് വ്യക്തമായ തുറന്ന ചർച്ച സംഘടിപ്പിച്ചു. എവിടെ? കൊച്ചിയിൽ വെച്ചിട്ട് തുറന്ന ചർച്ച സംഘടിപ്പിച്ചു. പക്ഷേ മടവൂരികൾ വന്നില്ല. തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നോട്ടീസ് ഇറക്കി, പക്ഷേ വന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത വീട്ടിൽ കയറി ഒളിച്ചിരുന്നിട്ട് പിന്നെ സംഗതിക്ക് കേട്ടുപോയി. വന്നത് ചേകലൂരിയാ, വന്നു കിട്ടിയത് ചേകലൂരിയാണ്. എന്നിട്ട് മടവൂരിയൊക്കെ വേണ്ട ചോദ്യമൊക്കെ മൂപ്പര് ചോദിച്ചു. നാട്ടുകാർ മുഴുവൻ വിചാരിച്ച് വന്നത് മടവൂരിയാന്നാ, എന്നാൽ ഒറിജിനൽ ചേകലൂരിയാണോ എന്ന് ചോദിച്ചു പോയത്. നിങ്ങൾ മനസ്സിലാക്കണോ? അപ്പോ ഹദീസുകളെ ചവിട്ടിക്കളിക്കുന്ന ഈ സ്വഭാവം ഞങ്ങൾ ചോദിക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്, അവിടെ ഭിന്നിപ്പാണ് അല്ലേ? അംഗീകരിക്കാത്ത ആളുകളില്ലേ? ആരാണ്? കേട്ടോളൂ. അതിനെതിരെ ഒരാൾ നടത്തിയ പ്രസംഗം ഇസ്രായേലിനെ കുറിച്ച്. അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം സഹാബികൾക്ക് ചൊല്ലിക്കൊടുത്തു എങ്കിൽ ഖുർആൻ അതിന് അടിവരയിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിതിനോടൊരു സമീപനമേ ഉള്ളൂ. പൂർണ്ണ മനസ്സോടെ ഒരു സംശയവിഭാഗവുമില്ലാതെ നാം അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ സമ്മതിക്കുന്നത്? ഒന്ന്, അത് ശരീരത്തോടു കൂടി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ശരീരത്തോടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി എന്നത് ശരീരം, സ്വപ്നമൊന്നുമല്ല, ആത്മീയമല്ല, സ്വപ്നമല്ല, ശരീരത്തോടെ. കാരണം ഖുർആൻ ഈ വിഷയം അവതരിപ്പിച്ച രീതി ശ്രദ്ധിച്ചോ നിങ്ങൾ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 1 മാസ ദൂരെ യാത്രയുള്ള ഒരു സ്ഥലത്തേക്ക് സ്വപ്നത്തിലൂടെ ഒരു യാത്രയാണെങ്കിൽ അത്ഭുതത്തോടു കൂടി പറയണോ സുബ്ഹാന? അത്ഭുത സ്വരത്തിൽ സുബ്ഹാന അത്ഭുതത്തിന്റെ വാക്കാണ്. സുബ്ഹാൻ അല്ലാഹ് അറബി ഭാഷയിൽ. പരിശുദ്ധനാണ് അവൻ, എന്തുമാത്രം പരിശുദ്ധൻ എന്ന പ്രയോഗം ഒരു അതിശയോക്തിയുടെ, ആശ്ചര്യ പ്രകടനത്തിന്റെ. അത് പറയാൻ കാരണം ഇത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ, നമ്മുടെ അടിമയുടെ ഭാവനയെയല്ല, സ്വപ്നലോകത്തെയല്ല, റൂഹിനെയല്ല, തന്റെ അടിമയെ കൊണ്ടുപോയി. സൂറത്തു നജ്മിലെ പ്രയോഗം മസാഗൽ ബസർ വമാ തഗ, കണ്ണ് തെറ്റിപ്പോയിട്ടില്ല, വമാ തഗ, പരിധി വിട്ടിട്ടില്ല. കണ്ടതൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള, പറഞ്ഞതൊക്കെ കണ്ടെന്ന് ഉറപ്പാ. കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ടില്ല. അൽ ബസർ, സ്വപ്നത്തിലുണ്ടോ അങ്ങനെ? സ്വപ്നത്തിൽ പലതും കാണും, പലതും കേൾക്കും. അപ്പൊ ഖുർആന്റെ പ്രയോഗങ്ങൾ മുഴുവൻ അതാണ്. പിന്നെ ഉമ്മുഹാനി എന്തിനാ പേടിച്ചത് ഒരു സ്വപ്നം പറയാൻ? എന്തെല്ലാം സ്വപ്നം, ഇതിനേക്കാളും വലുതൊക്കെ നമ്മൾ കാണും. ഇതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട നിലവാരത്തിലേക്ക് എത്തിയ അർത്ഥത്തിലല്ല, പൊട്ട സ്വപ്നങ്ങൾ പലതും കാണാറില്ലേ? ഉമ്മുഹാനി പേടിച്ചു, നിങ്ങൾ പറയില്ലേ പ്രവാചകരെ? അത് സ്വപ്നമായതുകൊണ്ടല്ല. ഖുറൈശികൾ എന്തിനെ പ്രവാചകനെ കളിയാക്കിയത്? സ്വപ്നം കണ്ട മനുഷ്യനെ കളിയാക്കുമോ? എന്തിനെ അബൂബക്കർ സിദ്ദീഖിനരികിൽ പോയി അവർ ഒരു പെരുപ്പത്തിൽ പറഞ്ഞത് സ്വപ്നം കണ്ടതിനെ പറ്റി ഇങ്ങനെ പറയണോ? അപ്പൊ സ്വപ്നമല്ല, സത്യമായി സംഭവിച്ചത് തന്നെയാണ്. കണ്ടോ, സത്യമായി സംഭവിച്ചത് തന്നെയാണ്. ഈ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല. അവിടെ ഉണ്ടോ ഈ സാധനം എന്ന് പറഞ്ഞു ജമിയത്തുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാറുണ്ട്. അല്ല ഇതുണ്ടോ? അല്ല കൗൺസിലൊക്കെ നടക്കാറുണ്ടോ? ചർച്ച ചെയ്തോ? അത് ഞങ്ങൾക്കത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇവരുടെ മറുപടി. ഞങ്ങൾക്കൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആകെ എന്തൊരു വാതിൽ തുറന്നിട്ട് അല്ലെങ്കിൽ ജനലും തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുക. അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോന്നാ? അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോന്നാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുന്ന് എന്തെങ്കിലും എച്ചിരി കിട്ടണോ എന്നിട്ട് അവർക്ക് ജീവിക്കാറ്? അങ്ങനെ ആണെങ്കിൽ പിന്നെ അങ്ങനെ ഗതികേട് കാണാനല്ലാതെ വേറെ നിവൃത്തിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാല് മെഹറാജ് അത് സ്വപ്നമായിരുന്നുവെന്ന് സലാം സുല്ലമി, അല്ല ശാരീരികമാണ് എന്ന് അബ്ദുറൌഫ് മദനി പറയാതെ. ഇദ്ദേഹം മടവൂരിയല്ല. ഒരാൾ ഫോണിൽ വിളിക്കാണ് എന്നെ കഴിഞ്ഞ ദിവസം. തലശ്ശേരി CD കേട്ടിട്ട് ഒരാൾ ഫോണിൽ വിളിക്കാണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രസംഗം എല്ലാം കേൾക്കുന്ന ആളാണ്. ആയിക്കോട്ടെ, കേട്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ പറയാണ്, അല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അബ്ദുറഹ്മാൻ അതിന് മടവൂരിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അദ്ദേഹം അല്ലേ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മടവൂരിയാണെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ
അങ്ങനെ ചില ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് പറയാൻ പറ്റുന്ന അഡ്രസ് അല്ലേ പറയാൻ പറ്റൂ, കൊള്ളാവുന്ന അഡ്രസ് ആണെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നൊരു മുജാഹിദോട് ചോദിക്കും, മുജാഹിദാണോ? ആണെന്ന് ആദ്യം പറയും, ഞാൻ മുജാഹിദാണ്. എന്നാ ആദ്യം അഭിമാനത്തോടെ പറയാം, അത് പറയാൻ പറ്റുന്ന അഡ്രസ്സാ, മടവൂരി പറയാൻ പറ്റൂല. എന്നാൽ അബ്ദുറഹ്മാൻ മദനി മടവൂരിയാണെന്ന് ഇവര് തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവര് പറയട്ടെ, അതിന് തെളിവ് ഒന്നല്ല ദശക്കണക്കിന് തെളിവുകൾ ഇട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ്. ഖത്തറിൽ മടവൂരികളുടെ ദേവാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അബ്ദുറഹ്മാൻ മദനിയാണ്. അദ്ദേഹം പറയാൻ, അദ്ദേഹം ഒരു വട്ടമല്ല, അദ്ദേഹം വീണ്ടും അത് സമർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്ത്? ഇസ്രാ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്വപ്നമല്ല. അവതരിപ്പിക്കാൻ പറയാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇതിൽ സംശയമുണ്ട് എന്ന അർത്ഥത്തിലല്ല. നമുക്കിത് ഉറച്ചിട്ട് വേണം ഇത് പറയാൻ. സത്യം പറ, ജീവിതത്തിൽ ഈ കഥ, ഈ സംഭവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ മക്കൾക്ക് ആട്ടെ, ഇസ്ലാമിനെ പറ്റി ഒരു അന്യമതസ്ഥനോട് സംസാരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക, ഇത് പറയാണ്ടിരിക്കാനല്ലേ മനസ്സിലെ ബോധ്യം? അത് പറഞ്ഞാൽ അയാൾക്ക് എന്താ തോന്നുക? പറ, എവിടെ നമ്മുടെ മനസ്സിന്റെ ഉറപ്പ്? എന്റെ പ്രവാചകൻ ആകാശത്തേക്ക് യാത്ര ചെയ്തിരുന്നു എന്ന് തന്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ, എന്റെ പ്രവാചകൻ ഒരു 2 മാസത്തെ വഴി ദൂരം നിമിഷങ്ങൾ കൊണ്ട് യാത്ര താണ്ടിയിരുന്നു എന്ന് വിളിച്ചു പറയാൻ മാത്രമുള്ള ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ അവനത് പറയും. നമ്മളിത് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ഉറപ്പ് നമ്മൾ അംഗീകരിക്കുക മാക്സിമം, അല്ലേ? മാക്സിമം ഞാനങ്ങ് സമ്മതിച്ചേക്കാം പടച്ചോന് വേണ്ടിയിട്ട്. നിങ്ങൾ പറയാത്ത ഇതുകൊണ്ടാണെന്ന് ആരോപിക്കുകയല്ല ഞാൻ. പക്ഷെ നമ്മുടെ പലരുടെയും മനോ അവസ്ഥ നില ഇതാണ്. അത് മാറ്റാൻ കൂടിയാ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ത് സംശയിക്കണം? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, അങ്ങ് ദൂരെ അള്ളാന്റെ അർശിന്റെ സമീപത്തുനിന്ന് ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മലക്ക് പടച്ചവന്റെ നിർദ്ദേശങ്ങളുമായി നമ്മുടെ കാക്കൽ പ്രവാചകന്റെ അരികത്ത് വരുന്നു എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മള്? അതെ. ആ പ്രവാചകൻ ഒരു ദിവസം ഈ മലക്കിന്റെ കൂടെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ആശ്ചര്യപ്പെടാനുള്ളത്? അതാ നമ്മുടെ ബോധം. നമ്മൾ സർവ്വ മനസ്സോടെ ഖുർആൻ ചൊല്ലിത്തന്ന ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറയും വിധത്തിൽ നാം ഏറ്റുപറയുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ടോ? അപ്പോ ഇത് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഇല്ലാതാ. നബി മേറാജ് പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാര്യം എന്താ? അത് നബി അങ്ങനെ പോവോ? അങ്ങനെ ബുഖാരിലൊക്കെ എഴുതിട്ട് ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ പോയി വരുമോ എന്നൊരു ശങ്ക. ആ വേണ്ടെന്നാ, അതിന് ഉറപ്പിച്ച് പറയണം, ഉറപ്പ് വേണം എന്നാ. അതിന് ബുഖാരി കണ്ടാലും ഉറപ്പാവൂല, മുസ്ലിമിൽ കണ്ടാലും ഉറപ്പാവൂല, പിന്നെ എവിടെ കണ്ടാലും ഉറപ്പാവുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. മുജാഹിദ് പ്രസ്ഥാനം ബുഖാരി പോലെ മുസ്ലിം പോലെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തവരാണ്. പക്ഷെ അതിനെ പരസ്യമായി തെരുവീതികളിലിട്ട് പരിഹസിച്ചവരാണ് മടവൂരികൾ. ഇത് വെറുതെ ഒരു ആരോപണം പറഞ്ഞ പോലല്ലോ, ഇത് മുജാഹിദുകളുടെ നിലപാടാണ്. ഇന്ന് മാത്രല്ല, എന്നും മുജാഹിദുകൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുമ്പൊരാൾ വന്നു, CN അഹമ്മദ് മൗലവി. വലിയ എഴുത്തുകാരനായിരുന്നു, ബുദ്ധിജീവികൾക്കിടയിൽ അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു CN അഹമ്മദ് മൗലവി. ഖുർആൻ പരിഭാഷ എഴുതിയാളാണ് CN അഹമ്മദ് മൗലവി. ബുദ്ധിജീവികൾക്കിടയിൽ സ്വാധീനം നേടിയ അയാൾ കുറച്ചു കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഇങ്ങനെ ചെറിയൊരു തരികിട. മൂപ്പരെടുത്തു ബുഖാരിലെ ഹദീസിനെ ഇങ്ങനെ എണ്ണി ഏതാണ്ട് 10-13ഓളം ഹദീസുകൾ അദ്ദേഹം മോശമാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അത് ശരിയല്ല, ബുഖാരിയിൽ പല നിർമ്മിത ഹദീസുകളും ഉണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങിയപ്പോൾ അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരക്കാരനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ഷെയ്ഖുൽ ഹദീസായ ഷെയ്ഖ് മുഹമ്മദ് മൗലവി അന്ന് ലേഖനം എഴുതി, പുസ്തകം എഴുതി, നിലപാട് പറഞ്ഞു. ആ നിലപാടെന്താ കേട്ടോളൂ. അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിലൊന്നാണ് സഹീഹുൽ ബുഖാരി, രണ്ടാമത്തത് സഹീഹ് മുസ്ലിം, മൂന്നാമത്തത് ജാമിഉ തിർമിദി, നാലാമത്തത് സുനൻ നസായി, അഞ്ചാമത് സുനൻ അബൂ ദാവൂദ്, അതുപോലെ തന്നെ ആറാമത്തത് സുനൻ ഇബ്നു മാജ. ഈ രൂപത്തിൽ 6 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഷെയ്ഖ് മുഹമ്മദ് മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു. എന്ത്? മേലെഴുതിയ 6 ഗ്രന്ഥങ്ങളിൽ ബുഖാരിയും മുസ്ലിമും ഒഴിച്ചുള്ളവയിൽ സഹീഹല്ലാത്ത ഹദീസുകളുമുണ്ട്. അധികവും സഹീഹ് ആയതുകൊണ്ട് മാത്രമാകുന്നു അസ്സിഹാഹ് എന്ന് പേർ പറയുവാനുള്ള കാരണം സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും സനദോടുകൂടി കൊണ്ടുവന്ന ഹദീസുകളെല്ലാം മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്നതാകുന്നു. തെളിവിന് പറ്റാത്ത യാതൊരു ഹദീസും അവ രണ്ടിലും സനദോടുകൂടി കൊണ്ടുവന്നിട്ടില്ല. ഓരോ വരികളും ഓരോ വാചകങ്ങളും സൂക്ഷ്മമാണ്.
ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീത്ത്, അതിലൊരു ഹദീത്ത് പോലും സനദോടുകൂടി വന്നത് അസ്വീകാര്യമായതില്ല. സനദോടുകൂടി വന്ന മുഴുവൻ റിപ്പോർട്ടുകളും അത് മഖ്ബൂലാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഇനി സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച മുജാഹിദിന്റെ നിലപാട് കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിന്റെ ശേഷം